കഴിഞ്ഞ ദിവസം ഗോവിന്ദച്ചാമി കിണറ്റിൽ വീഴുകയും കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുകയും ചെയ്തപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. ഒരു ചുമന്ന ഷർട്ടിട്ട ഈ ചേട്ടൻ ഗോവിന്ദച്ചാമി കിണറ്റിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ കരണക്കുറ്റി നോക്കി ആ ഒരു അടി കൊടുത്തത്. സത്യത്തിൽ ആ അടി സൗമ്യയുടെ അമ്മയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ എല്ലാവരും കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന അടി തന്നെയാണ്. ഒരൊറ്റ അടിയാണെങ്കിൽ പോലും ഇനി ജന്മം അയാൾ മറക്കാത്ത തരത്തിലൊരു സ്ട്രോങ് അടി. എന്തായാലും ഇതിനെതിരെ അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വരികയാണെങ്കിൽ കേരളം ഒന്നടങ്കം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വളരെ ആസൂത്രിതമായ ജയിൽ ചാട്ടമായിരുന്നു ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളെ കയ്യിൽ കിട്ടിയാൽ ജനം വെറുതെ വിടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല പോലീസും നല്ലപോലെ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇനി അയാൾ പുറത്തു ചാടില്ല. അയാളെ വിയൂർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കണ്ണൂർ ജയിലിലായിരിക്കില്ല ഇനി അയാൾ ഉണ്ടാകുന്നത്, വിയൂർ ജയിലിലായിരിക്കും. ജയിലിനകത്തൊക്കെ തന്നെ സുലഭമായി ഈ മയക്കുമരുന്ന് അടക്കമുള്ളവ ലഭിക്കും, കഞ്ചാവ് അടക്കമുള്ളവ ലഭിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അടിയിലും ഇടിയിലും അയാളുടെ ഈ കിണറ്റിലെ ചാട്ടത്തിലും ഒക്കെ തന്നെ അയാളുടെ ജനനേന്ദ്രത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്നും ഞൊണ്ടിയാണ് നടക്കുന്നതെന്നും പിന്നീട് പൊട്ടിക്കരയുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഞൊണ്ടി നടക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ ചാനലുകളിലും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ജനനേന്ദ്രം തകർത്തെങ്കിൽ നമ്മുടെ സ്ത്രീകളോട്, നമ്മുടെ കേരളത്തിലെ ഓരോ സ്ത്രീകളോട്, നമ്മുടെ നാട്ടിലെ ഓരോ സ്ത്രീകളോടും ചെയ്യുന്ന നീതിയായിരിക്കും, അവർക്ക് വേണ്ടി ചെയ്യുന്ന നീതിയായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രവുമല്ല സ്ത്രീകളോട് മാത്രമല്ല, ആണായാലും പെണ്ണായാലും ഒരുപോലെ ലൈംഗിക ചുവയോടുകൂടി കാണാൻ മാത്രമേ ഇയാൾക്ക് അറിയാവൂ എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായ ജയിൽ ചാട്ടമായിരുന്നു ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി നടത്തിയത്. ഇതിന് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി. പോലീസ് പിടിയിലായ ശേഷം ഗോവിന്ദച്ചാമി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ആരെയും മൂക്കത്ത് വിരൽ വെച്ചു പോകും, അല്ലെങ്കിൽ ആരായാലും അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. അത്രയ്ക്ക് സമർത്ഥമായാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത്. രണ്ട് മനസ്സ് ജയിൽ ചാട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതായാണ് ചാമി വെളിപ്പെടുത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ 2 മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ 3ാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നതായാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി നൽകിയത്. എന്നാൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്ന് സഹതടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു. ഇതോടെ മനസ്സിനെ വീണ്ടും പരുവപ്പെടുത്തി രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു. കൃത്യമായ ആസൂത്രണമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിന് നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന ഒരു അരം ഉപയോഗിച്ച് ഇരുമ്പ് തകിടിൽ സ്വയം നിർമ്മിച്ച ഈ പല്ലുകളുള്ള ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ജയിലിനകത്ത് സ്വയം ഒരു ആയുധമൊക്കെ നിർമ്മിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ജയിലിനകത്തെ എല്ലാവരും ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പരിക്കേൽപ്പിച്ച് മരിക്കേണ്ട സാഹചര്യവും ജയിൽ രക്ഷപ്പെടേണ്ട സാഹചര്യം ഒക്കെ തന്നെയല്ലേ ഉള്ളത്. അപ്പോൾ ഈ ആയുധം കിട്ടി എന്നതിന്റെ, അല്ലെങ്കിൽ ആയുധം താൻ തന്നെയാണ് നിർമ്മിച്ചത് എന്നതിന്റെ ഈ പറയുന്ന മൊഴി അതത്ര കണ്ട് വിശ്വസിക്കാനും കഴിയില്ല. 3 മാസത്തോളം സമയമെടുത്ത് അഴിമുറിച്ചു തീർന്ന വ്യാഴാഴ്ച രാത്രി തന്നെ പുറത്തു കടന്നു. മതിൽ ചാടുമ്പോൾ വസ്ത്രങ്ങൾ ഇരുമ്പ് കമ്പിയിൽ ചുറ്റി വൈദ്യുതി വേലിയിൽ പലവട്ടം തൊട്ട് വൈദ്യുതി പ്രവാഹം ഇല്ല എന്ന ഒന്നുകൂടി ഉറപ്പുവരുത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ കാട്ടിയ വഴിയെ അല്പം നടന്നപ്പോൾ വഴിതെറ്റി. ഓട്ടോറിക്ഷ പിടിക്കാൻ കയ്യിൽ പണമില്ലാതെ പോയതാണ് തിരിച്ചടിയായി മാറിയതും. ഒരു 3/4 മണിക്കൂർ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിലെ എത്താമെന്നായിരുന്നുവെങ്കിലും വഴി തെറ്റിയത് കാരണം സമയം പോയി. പിന്നീട് ഒരു ചായക്കടക്കാരനോട് വഴി ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ നേരം വെളുത്തു. ഇടയ്ക്ക് ഒരു ബൈക്ക് യാത്രക്കാരനോടും വഴി ചോദിച്ചു. അയാൾക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത്. തുണികൾ കൂട്ടിക്കെട്ടിയ വടത്തിലൂടെ താഴെ ഇറങ്ങുന്നത് 2 കാലും 1 കൈയും ഉപയോഗിച്ചതിന് പുറമെ വായ കൊണ്ട് വട്ടത്തിൽ കടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മുൻപ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായി ഗോവിന്ദച്ചാമി പോലീസിനോട് വെളിപ്പെടുത്തി. എന്നാൽ അയാൾക്ക് മാനസിക ദൗർബല്യം ഉണ്ടായിരുന്നതിനാൽ ആകണം പുറത്ത് പറഞ്ഞില്ല. ഇന്നലെ അറസ്റ്റിലാകുമ്പോൾ 55 കിലോഗ്രാം ആയിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഭാരം. 15 കിലോയിലേറെ ഭാരം കുറച്ചിരുന്നു എന്ന് വ്യക്തം. ജയിൽ ചാട്ടം മാത്രമല്ല, കേരള പോലീസിനെ നാണം കെടുത്താൻ പോലും ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കുകയായിരുന്ന ലക്ഷ്യമെന്ന് ഗോവിന്ദച്ചാമി പോലീസിനോട് പറയുന്നു. പരോൾ പോലും നൽകാത്തതിൽ കടുത്ത അമർഷവും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ പോലും പദ്ധതി ഇട്ടിരുന്നു. ഈ പദ്ധതിയെല്ലാം കണ്ണൂരുകാരുടെ മുൻകരുതലിൽ തട്ടി തകരുകയായിരുന്നുവെന്ന് വ്യക്തമാണ്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ശിക്ഷാ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ടും ഗോവിന്ദച്ചാമിക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല. 2011 നവംബർ 11-നാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിലെ C സെല്ലിലാണ് പാർപ്പിച്ചിട്ടുള്ളത്.
കേരളം നടുങ്ങിയ കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അവരോട് കയർത്തും ക്ഷുഭിതനായും പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദച്ചാമിയെ കാണാറുണ്ടെന്ന് ജീവനക്കാർ തന്നെ പറയുകയാണ്. മറ്റു ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പ്രതികരണം. തന്റെ മാനസിക നില തകരാറിലാണ് എന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇയാൾ പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. കുറ്റബോധത്തിന്റെ കണിക പോലും ആ മുഖത്ത് കാണാറില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്ന ആൾ കൂടിയാണ് ഇയാൾ. തമിഴ്നാട്ടിലെ ഒരു മന്ത്രവാദിയുടെ അനുഗ്രഹമുണ്ടെന്നും തന്നെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല എന്നും ഗോവിന്ദച്ചാമി പറയുന്നു. ജയിൽ ജീവനക്കാരോട് നിരന്തരം കലഹിക്കുന്ന സ്വഭാവമാണെങ്കിലും അടുത്ത കാലത്തായി ശാന്തനായിരുന്നു. ജയിൽ ചാടുക എന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി സുഖ സൗകര്യങ്ങൾക്കും നല്ല ഭക്ഷണത്തിനും വേണ്ടി ജയിൽ ജീവനക്കാരുമായി നിരന്തരം കലഹിച്ചിരുന്നു. തനിക്ക് കൃത്രിമ കൈ വേണമെന്ന് അന്നത്തെ ജയിൽ DGPയോട് നേരിട്ട് ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തു. ബീഡി വലിക്കുന്ന ശീലമുള്ള തനിക്ക് ദിവസവും ബീഡി നൽകണമെന്നായിരുന്നു മറ്റൊരാവശ്യം. പറ്റില്ലെന്ന് പറഞ്ഞ ജീവനക്കാരോട് തമിഴ്നാട്ടിലെ ജയിലിൽ ഇതൊക്കെ കിട്ടുമെന്നും ജയിൽ ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും ഭീഷണിപ്പെടുത്തി. മറ്റു തടവുകാരെ പറ്റി നിരന്തരം പരാതിയുമായി അധികൃതരെ സമീപിക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു. ദിവസവും ബിരിയാണി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾ ഒരു ദിവസം നിരാഹാരം കിടന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് സെല്ലിന് മുന്നിലെ വരാന്തയിൽ നിരത്തിവെച്ച പാത്രങ്ങളിൽ മട്ടൻ കറി വിളമ്പുന്നത് കണ്ടതോടുകൂടി അയഞ്ഞു. മണപ്പിച്ച് പ്രകോപിക്കാനായി കറി പാത്രങ്ങളിൽ നിറയ്ക്കുന്നത് ഇയാളുടെ സെല്ലിന് മുന്നിലേക്ക് മാറ്റുകയായിരുന്നു. മണമടിച്ചതോടുകൂടി ഗോവിന്ദച്ചാമി ലോഹ്യം പറയാനെത്തി. നിരാഹാരം അവസാനിപ്പിച്ചതായി എഴുതി നൽകണമെന്ന് ജീവനക്കാർ പറഞ്ഞതിനനുസരിച്ച് മട്ടൻ കറി കഴിച്ച് സമരം അവസാനിപ്പിച്ചു. എല്ലാം ശനിയാഴ്ചയും 210 ഗ്രാം ആട്ടിറച്ചി തടവുകാർക്ക് നൽകാറുണ്ട്. അതേ ഇയാൾക്കും നൽകാറുമുള്ളൂ. രാത്രി പൊറോട്ടയും കോഴിക്കറിയും കഞ്ചാവും വേണമെന്ന് ഇയാൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. പൂജപ്പുര ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യാ ശ്രമവും ഉണ്ടായി. പ്രഭാത കർമ്മങ്ങൾക്കും മറ്റും പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കാണെ മേൽക്കൂരയിലെ കഴുക്കോലിൽ ഒറ്റ കൈകൊണ്ട് മുണ്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ ജയിൽ ജീവനക്കാരും മറ്റു തടവുകാരും ചേർന്ന് മുണ്ട് പിടിച്ചു വാങ്ങുകയായിരുന്നു. പിന്നീട് ധരിക്കാൻ ഈ ബർമുട നൽകി. ഒറ്റയ്ക്ക് പാർക്കുന്ന സെല്ലിൽ ആദ്യകാലത്ത് 3 പൂച്ചകളായിരുന്നു ഗോവിന്ദച്ചാമിയുടെ കൂട്ട്: അമ്മു, കുട്ടാപ്പി, മുരുകൻ. 2014 ജയിലിൽ നിന്ന് പൂച്ചകളെ ഒഴിവാക്കാനുള്ള നടപടിയിലേക്ക് കടന്നപ്പോഴാണ് ഇവയെ ഒഴിപ്പിച്ചത്. ഗോവിന്ദച്ചാമി എതിർത്തതോടുകൂടി ബലപ്രയോഗത്തിലൂടെയാണ് 3 എണ്ണത്തെയും പിടികൂടിയത്. മുരുകനെയെങ്കിലും വിട്ടുതരണമെന്ന അപേക്ഷ പരിഗണിക്കാതെ പൂച്ച വിമുക്ത ജയിലിനായുള്ള നടപടി തുടർന്നു. ഒറ്റയ്ക്കൊരു സെല്ലിൽ കഴിയുന്നവരിൽ പലർക്കും അന്ന് പൂച്ചയെ വളർത്തുന്ന ശീലം ഉണ്ടായിരുന്നു.